ഈ അജ്മൽ കസബ് മുതൽ ഗോവിന്ദചാമി വരെ ഈ ജയിലിൽ അവരുടെ വന്ന രൂപമാറ്റം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എത്ര വലിയ കൊടും ക്രിമിനൽ ആണെങ്കിലും അവർക്ക് സുഖ ജീവിതമാണ് ജയിലുകളിൽ കിട്ടുന്നത്. പിന്നെ പരമാവധി നിയമപരീക്ഷ ഇവിടുന്ന് കിട്ടുകയും ചെയ്യും. കാര്യം നമ്മുടെ കോടതിയുടെ ഒരു നിലപാടുകൾ എത്ര അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ്. അപ്പൊ എത്ര വലിയ കൊടും കുറ്റം ചെയ്താണേലും അയാളുടെ ഭാഗം കൂടി കേൾക്കണമെന്നുള്ളൊരു നിലപാട് കോടതികൾക്കുണ്ട്. ഈ കൊടിസുനി തന്നെ കണ്ടില്ലേ, എന്തുമാത്രം മൊബൈലൊക്കെ ഉപയോഗിച്ച് വളരെ രസകരമായ അത് വേറെ അത് വേറെ അതുകൊണ്ടാണ് കൊടിസുനിയുടെ കയ്യിൽ ഫോണുകൾ വരുന്നു എന്നുള്ളത് അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ കാരണവർ വധക്കേസിൽ ഷെറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഗണേഷ് കുമാർ എന്തെല്ലാം ഇത് നടത്തിയെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഓരോരുത്തർക്കും കിട്ടുന്ന നീതി പല വിധത്തിലാണ്. ചിലർ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ വർഷങ്ങളോളം കിടക്കേണ്ടി വരുന്നു, അവരെ നോക്കാനും കാണാനും പോലും ആരുമില്ല. പക്ഷെ ചിലരാകട്ടെ ഇത്തരത്തിൽ ജയിലിൽ വിലസുന്നു. അതോടൊപ്പം തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാലും അത് കഴിഞ്ഞ് അവർ സുഖമായിട്ട് ഇറങ്ങി വരാൻ പരോളും ഒക്കെ ലഭിക്കുന്നു. ഈ ഷെറിനൊക്കെ ഒരുപാട് നാൾ പരോളിൽ പുറത്ത് നിൽക്കുന്നുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ പലർക്കും ലഭിക്കുന്നുണ്ട്. ഈ കോടതി വിധികൾ അല്ലെങ്കിൽ നിയമങ്ങൾ ഒരു സുതാര്യമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.